Hello friends, welcome to Counting Cars. Counting Cars ലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അങ്ങനെ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും വീട്ടിൽ തന്നെയാണ്. കയ്യിൽ 2-3 സ്റ്റോക്ക് വീഡിയോ കൂടി ഉണ്ടായി, അത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് സ്പാർക്കാണ്, ഷെവർലയുടെ സ്പാർക്ക്. അപ്പോൾ ഈ സ്പാർക്ക് 2008 മോഡൽ പെട്രോൾ വേരിയൻ്റാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോയേക്കാം. അതിനകം മുമ്പ് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബ് ചെയ്യുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. ഈ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ആ നോട്ടിഫിക്കേഷൻ എത്താൻ ലേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ ചിലപ്പോൾ 1, 2, 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണണം. അപ്പോഴത്തേക്കും വാഹനങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സ്പാർക്ക് 2008 മോഡൽ കണ്ടുവരാം. ബാക്കി കാര്യങ്ങൾ വിലയും അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ വീഡിയോ കണ്ടുവരാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷെവർലെ സ്പാർക്ക്. അപ്പോൾ ഷെവർലെ സ്പാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്രോൾ വേരിയൻ്റാണ്. മാത്രമല്ല നമുക്കൊരു ചെറിയ ബഡ്ജറ്റൊക്കെയാണ്, നമുക്ക് അധികം പൈസ ഒന്നും എടുക്കാനില്ല. ഒരു 80,000 അല്ലെങ്കിൽ 1 ലാഖിനൊക്കെ ഇടയിലൊക്കെ നമുക്ക് പൈസ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച വാഹനമായിട്ട് നമുക്ക് ഷെവർലെ സ്പാർക്കിൽ നമുക്ക് കരുതാം. കാരണം ഇത് കോമ്പീറ്റ് ചെയ്യണത്, ഇത് ഇറങ്ങിയപ്പോൾ കോമ്പീറ്റ് ചെയ്തത് മെയിനായിട്ട് നമ്മുടെ ഓൾട്ടോ അതേപോലെ തന്നെ വാഗണർ, ആ ഒരു സെഗ്മെൻറ്റിലായിരുന്നു മെയിനായിട്ട് ഇത് കോമ്പീറ്റ് ചെയ്തത്. വാഗണർ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഓൾട്ടോ അതേപോലെ തന്നെ ഇയോൺ അങ്ങനത്തെ വാഹനങ്ങൾക്കായിട്ട് മെയിനായിട്ട് ഇപ്പോൾ സെക്കൻഡ് മാർക്കറ്റിനകത്ത് കോമ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് വാഹനത്തിന് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷെവർലെ സ്പാർക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് കയ്യിൽ കുറച്ച് പൈസ ഉള്ളെങ്കിൽ ഏറ്റവും നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ ബോഡി സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. കൂടാതെ തന്നെ സഡൻ പിക്കപ്പും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ ഈ വാഹനം നമുക്ക് തരും. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ വാഹനത്തിൻ്റെ ഒരു ടോപ്പ് വ്യൂവും അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ സംസാരിച്ചേക്കാം. അപ്പോൾ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. ഇതിൽ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ടയേഴ്സ് നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. ടയേഴ്സ് നമുക്ക് ഇവിടെ ക്ലോസ് ലുക്ക് ചെയ്യുമ്പോൾ അറൗണ്ട് 80% മുകളിൽ നമുക്ക് ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം നോക്കണമെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കുന്ന ഫ്രണ്ട് ഭാഗം കണ്ടോ, വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതുകൂടാതെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു 70% മുകളിൽ ഒരു 80% ടയേഴ്സ് നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൂടാതെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സൈഡ് മിറേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. റിയർ ഭാഗത്ത് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് 80% മുകളിൽ ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് കണ്ടോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൂടാതെ തന്നെ ഷെവർലയുടെ ബാഡ്ജിങ്, അതുകൂടാതെ നമുക്കിവിടെ ഡിഫോഗർ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമുക്കിവിടെ ഷെവർലയുടെ സ്പാർക്ക് LS എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമുക്ക് കാണാം. അതുകൂടാതെ തന്നെ ഷെവർലയുടെ ബാഡ്ജിങ് കൂടി നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം അതുകൂടാതെ തന്നെ ഇതിൻ്റെ റിയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഡോർ പാഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്, മാനുവലായിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഇവിടെ മൊത്തത്തിൽ ആ ഒരു നീറ്റ്നെസ് നോക്കണമെങ്കിൽ നമുക്കിവിടെ കാണാം കേട്ടോ. ആ ഒരു ഡാഷ്ബോർഡ് ആയാലും എല്ലാ ഭാഗവും മിഡിൽ കൺസോളും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സൈഡ് പ്രൊഫൈൽ നോക്കണമെങ്കിൽ ഇവിടെയും നമുക്ക് ആ ഒരു ഡോറിൽ വന്ന അപ്ഹോൾസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ വിനൈൽ ഫിനിഷോട് കൂടി തന്നെ ഫ്ലോർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ഫ്ലോറും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഹെഡ് റെസ്റ്റിലും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ ഭാഗത്ത് നമുക്ക് ഹെഡ് റെസ്റ്റ് കിട്ടുന്നില്ല. മിഡിൽ ആംറെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. റൂഫൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ റിയർ ഭാഗം നോക്കാം. പാസഞ്ചർ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ട് ഇരിക്കുന്ന ആ ഒരു ബ്രോഡായിട്ടുള്ള സീറ്റും കാര്യങ്ങളും കിട്ടുന്ന. പക്ഷേ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഫാമിലിക്ക് പോകാൻ പറ്റാവുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. വളരെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഏറ്റവും ഒരു ഫീച്ചർ ഓറിയൻറ്റഡും അതുപോലെ തന്നെ നീറ്റും ആയിട്ടുള്ള വാഹനം ഈ ഒരു സ്പാർക്ക് മാത്രമായിട്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ബോണറ്റ് കാര്യങ്ങളൊന്നും ഓപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സ്പാർക്കിൻ്റെ എൻജിൻ ഭാഗം. എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ലിഡിൻ്റെ വീഡിയോ കൂടിയും തരുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് വീഡിയോ എടുക്കണം. എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് സ്ലോ ആയിട്ട് തന്നെ നോക്കാവുന്നതാണ്.
നമുക്കിനി ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യാനൊക്കെ ഞാൻ എൻ്റെ കീ ഒന്ന് എടുക്കണം. കീ എടുത്തിട്ട് ഞാൻ അൺലോക്ക് ചെയ്യട്ടെ. അൺലോക്ക് ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് അപ്പ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. സ്പാർക്കിൻ്റെ ബൂട്ട് സ്പേസ് എല്ലാവരും ഒന്ന് ഇൻട്രസ്റ്റോടുകൂടി കാണാനായിരിക്കും. കാരണം എത്ര ശതമാനം ബൂട്ട് സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്പാർക്കിൻ്റെ ബൂട്ട്. ഇപ്പോൾ ബൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ടയേഴ്സൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു 50% മുകളിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ടയേഴ്സിന് ബാക്കി നിൽക്കുന്നുണ്ട്. എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ വളരെ പയ്യെ തന്നെ പോകുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് സ്പാർക്ക് എങ്ങനെയുണ്ട്? വളരെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് സുഖമായിട്ട് ടൗണിൽ കൂടിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനം തന്നെയാണ് ഷെവർലയുടെ സ്പാർക്ക്. അപ്പോൾ ഷെവർലയുടെ സ്പാർക്ക് ഇപ്പോൾ പല ആൾക്കാരുടെയും സംശയങ്ങളുണ്ടാവും. അതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ കിട്ടുമോ ഇല്ലയോ, സർവീസ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങളുണ്ട്. എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ എല്ലാ വർക്ക്ഷോപ്പിലും ഈ ഇങ്ങനത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഷെവർലയുടെ വാഹനങ്ങളെല്ലാം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഈ 2008 മോഡൽ പെട്രോൾ വേരിയൻ്റ് ആയിട്ടുള്ള സ്പാർക്കിൻ്റെ വില അത് പറയാം. അതിനൊക്കെ മുന്നേ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും പിന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാ ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്കൊരു ഡാർക്ക് സ്റ്റോറീസ് മലയാളം എന്ന് പറഞ്ഞ മിസ്റ്ററി ചാനലും കൂടി ഉണ്ട്. അത് നിഗൂഢമായിട്ടുള്ള കഥകൾ മിസ്റ്ററി സീരീസ് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി ഈ 87,000 കിലോമീറ്റർ ഓടിയേക്കണ ഈ സ്പാർക്ക് 2008 വില, ഇതിൻ്റെ വില 85,000 ആണ്. 85,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അതും നെഗോഷ്യബിൾ ആണ്. വീഡിയോന് താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോണും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ കാരണം ഇത്രയും പഴയ മോഡലാണ്. പിന്നെ ഷെവർലയുടെ വാഹനമായതുകൊണ്ട് തന്നെ ലോൺ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു ഷെവർലെ സ്പാർക്കിൻ്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് എൻ്റെ കയ്യിൽ ബാക്കിയുള്ള സ്റ്റോക്കുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നതാണ്. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.